ഹലോ, എല്ലാവർക്കും ഒരിക്കൽ കൂടി LC7ലേക്ക് സ്വാഗതം. ഓണമൊക്കെ ഇങ്ങ് അടുത്ത് വരികയല്ലേ. അപ്പൊ ഞാൻ വിചാരിച്ചു ഓണമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് വിഭവങ്ങളുമായിട്ട് വരാമെന്ന്. അപ്പൊ ഇന്ന് ആദ്യമായിട്ട് ഓണസദ്യക്ക് വിളമ്പാൻ പറ്റിയ ഒരു അച്ചാറായാലോ. അപ്പൊ പൈനാപ്പിൾ കൊണ്ടാണ് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതൊരു വെറൈറ്റി അച്ചാറാണ്. നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ, നമുക്ക് ആദ്യം ഈ പൈനാപ്പിള് അരിഞ്ഞത് നല്ലെണ്ണയ്ക്കകത്തൊന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ അതിന് കട്ടിയുള്ള ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് 4 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. നമുക്ക് ഇതിനകത്തോട്ട് പൈനാപ്പിൾ ചേർക്കാം. ഒരു 1/2 ടീസ്പൂണ് ഉപ്പ് ചേർക്കുന്നുണ്ട്. നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. ഒത്തിരി വെന്ത് പോകരുത്. ഇതായിട്ടുണ്ട്. നമുക്കതൊരു ഒരു പാത്രത്തിലേക്ക് പകർത്താം. നമുക്കൊരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിനകത്തോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തേക്കുന്നത്. നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വളരെ കുറച്ച് ചേർക്കുന്നുള്ളൂ. ഇത് 2 പച്ചമുളകും 2 കറിവേപ്പിലയാണ്. നമുക്കൊന്ന് മൂപ്പിച്ച് കോരിയെടുക്കാം. ഇനി ശകലം ഉപ്പ് ചേർക്കാം. നമുക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് പാകത്തിന് മൂത്തിട്ടുണ്ട്. ഈ മൂപ്പ് മതി. നമുക്കിത് കോരിയെടുക്കാം. നമ്മൾ ഈ എണ്ണയിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുകാണ് ചേർക്കുന്നത്. അപ്പൊ നമുക്കൊരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. ഇതിന്റെ വെള്ളമയം മാറുന്നവരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇതായിട്ടുണ്ട്, മൂത്ത് വന്നിട്ടുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവപ്പൊടി. നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർത്ത് കൊടുക്കാം. ഞാൻ ആപ്പിൾ സിഡർ വിനാഗിരിയാണ് ചേർക്കുന്നത്. അതുപോലെ ഇത് കുറച്ച് വാളംപുളി ചൂടുവെള്ളത്തിൽ ഞരടി പിഴിഞ്ഞെടുത്താണ്. ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതോടൊപ്പം നമുക്ക് 1 ടേബിൾ സ്പൂൺ ശർക്കര അത് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഇതിലേക്ക് വഴറ്റി വെച്ചേക്കുന്ന പൈനാപ്പിളും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ചേർത്ത് കൊടുക്കാം. നമുക്ക് നന്നായി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ അച്ചാർ റെഡി ആയിട്ടുണ്ട്. നമുക്കിത് ടേസ്റ്റ് ചെയ്യാനേ ജോക്കുട്ട തന്നെ വിളിക്കാം. ജോക്കുട്ടാ വന്നേ. അമ്മച്ചി ഉണ്ടാക്കിയ പൈനാപ്പിൾ അച്ചാർ എങ്ങനെയുണ്ടെന്ന് എനിക്ക് ഓക്കെ. മധുരമുണ്ട്, എരിവുണ്ട്, പുളിയുണ്ട്. ഓണസദ്യ കഴിക്കാൻ നല്ല അടിപൊളിയാണ്. അച്ചാറാണ്. എല്ലാവരും ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യണം. അപ്പൊ പിന്നെ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാല് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും റെസിപ്പി ആയിട്ട് കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ.